നമസ്കാരം, ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ, ട്രിവാൻഡ്രം. ഇന്നത്തെ കാലത്ത് കോസ്മെറ്റോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അല്ലേ. അതിൽ മെയിനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലാണ് അല്ലേ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ, അതായത് ഒരു യങ് ഏജിൽ തന്നെ മുടി കൊഴിയുന്നു, അല്ലെങ്കിൽ മുടിയുടെ തിക്നെസ് കുറയുന്നു. പണ്ട് ഭയങ്കര കട്ടിയുള്ള ഉള്ളുള്ള മുടിയാണ്, ഇപ്പം പെട്ടെന്ന് മുടി കൊഴിയുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ ബ്രിട്ടിലായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇതേ പ്രോബ്ലം തന്നെ പുരുഷന്മാർക്കും വരാറുണ്ട്. പക്ഷെ കൂടുതലും സ്ത്രീകളാണ് അതിനൊരു കൺസേൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം പുരുഷന്മാരിൽ നോർമലായിട്ട് തന്നെ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ കഷണ്ടി എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ഫാമിലിയിലുള്ള ഒരു ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു ആക്സെപ്റ്റൻസ് ഉണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ മാനസികമായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിൽ തന്നെ പലതരമുണ്ട്. ഒന്ന്, നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന മെയിൽ പാറ്റേൺ ബോൾഡ്നെസ് എന്ന് പറയുന്നത്, അതായത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലാണെങ്കിലും ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് മുടിയുടെ കട്ടി കുറഞ്ഞു വരുന്നു. നമ്മുടെ ഈ ആൻറ്റീരിയർ ഹെയർ ലൈൻ എന്ന് പറയുന്നത്, നമ്മുടെ നെറ്റിയുടെ അവിടെയുള്ള മുടിയുടെ ആ ജംഗ്ഷൻ പുറകിലേക്ക് കയറി വരുന്നു. അപ്പം മുടിയുടെ തിക്നെസ്, കട്ടി കുറയുന്നു. ഡെൻസിറ്റി, അതായത് ഒരു ഏരിയയിൽ തങ്ങി നിൽക്കുന്ന മുടികളുടെ എണ്ണം കുറയുന്നു. നോർമലായിട്ടൊരു 50 മുതൽ 100 മുടിയുടെ സ്ട്രാൻഡ്സ് എല്ലാ ദിവസവും നമ്മൾ പോവും. പക്ഷേ അതിൽ കൂടുതലാകുമ്പോഴത്തേക്കാണ് നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മുടി വീഴുക, അല്ലെങ്കിൽ കുളിച്ചിറങ്ങുമ്പോഴത്തേക്ക് തല തോർത്തുമ്പോൾ ഒരുപാട് മുടി പാച്ചായിട്ട് ഇളകി വരിക, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺസേൺഡ് ആക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ തലയിൽ നമുക്ക് ആ മുടി കൊഴിഞ്ഞൊരു പാച്ചായിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടും. അപ്പോഴാണ് ശരിക്കും അതൊരു അലാമിങ് ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, യൂഷ്വലി ഒരു ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മുടി കൊഴിച്ചിലുണ്ട്. അത് കൂടാണ്ട് അലോപേഷ്യ എറിയേറ്റ, അതായത് ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ, നമ്മുടെ ശരീരം തന്നെ ഈ ഹെയർ ഫോളിക്കിൾസിനെ അബ്നോർമലായിട്ട് കണ്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അലോപേഷ്യ എറിയേറ്റ. ഇവൻറ്റിൻ്റെ ഇടയ്ക്ക് വിൽ സ്മിത്തിൻ്റെ വൈഫിന് തലയിൽ ഫുൾ മുടിയില്ലാണ്ട് ദെർ വാസ് എ പ്രോബ്ലം ആൻഡ് സംബഡി മെയ്ഡ് ഫൺ ഓഫ് ഇറ്റ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഹി ഗോട്ട് ആംഗ്രി ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അത് അലോപേഷ്യ എറിയേറ്റയുടെ ഒരു ഇതാണ്. കാരണം മുടി ഫുള്ള് ഡിസ്ട്രോയ് ആയി പോവുക എന്നുള്ളത് അത് ശരിക്കും ഒരു സ്ത്രീനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പിന്നെ ഇത് കൂടാതെ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയത്ത്, പ്രഗ്നൻസി, നമ്മുടെ പ്രസവാനന്തരമായിട്ട്, അല്ലെങ്കിൽ ആർത്തവ വിരാമം വരുന്ന സമയത്തെല്ലാം മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട്, ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെ. നാലാമതൊരു ടൈപ്പ് ഓഫ് ഹെയർ ലോസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കീമോതെറപ്പി, റേഡിയേഷൻ തെറപ്പി, ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് മുടി കൊഴിയുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നു. പല ആൾക്കാരും മുടി കൊഴിച്ചിലിനെ എന്ത് ചെയ്യും, ഒന്നിയിൽ അതൊരു ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് ഹൈഡ് ചെയ്യും, അല്ലെങ്കിൽ വിഗ് വാങ്ങിയെല്ലാം വെക്കും. പക്ഷേ നമുക്ക് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ മുടീനെ പരിപോഷിപ്പിക്കാം, നമുക്ക് എങ്ങനെ ഈ മുടി കൊഴിച്ചിൽ കുറയ്ക്കാം, നമ്മുടെ വരുന്ന മുടി ഹെൽത്തി ആയിട്ട് എങ്ങനെ വരാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലൂടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിലുണ്ടാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് വേറൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും അയണിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുന്നു, ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, വെയിലത്ത് പോയി നിൽക്കുന്നു. അപ്പോൾ ഈ ചൂട് എന്ന് പറയുന്നത് നമ്മുടെ തലനാര് ഇഴ എന്ന് പറയുന്നത് അത് പ്രോട്ടീനാണ്. ഏതൊരു പ്രോട്ടീനെ നമ്മൾ കുറേ നേരം നമ്മൾ ചൂടിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്ക് ചുരുണ്ട് കിടക്കുന്ന മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പം ഈ പ്രോട്ടീനിന് കാലാകാലങ്ങളായിട്ട് നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ഡാമേജ്ഡ് ആവുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ പോലെ നമുക്ക് സമയമില്ല, മുടി കോതി അതിൻ്റെ ഉടക്കെല്ലാം കളഞ്ഞ് ഡീടാങ്കിൾ ചെയ്യാനായിട്ടുള്ള സമയം ലഭിക്കുന്നില്ല. അപ്പം വളരെ ഹാർഷായിട്ട് മുടീനെ ട്രീറ്റ് ചെയ്താലും അത് കൊഴിഞ്ഞു പോകാനും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിലെല്ലാത്തിനും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മുടിയുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് തിങ്, നമ്മുടെ ഫുഡിനെ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫുഡിൽ അത്യാവശ്യം പ്രോട്ടീൻ തന്നെ കഴിക്കുക. അപ്പോൾ പല ആൾക്കാരും ഒരു ഫാസ്റ്റിങ്ങിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ഡയറ്റിൽ പോകുമ്പോൾ പ്രോട്ടീൻ ഒരുപാട് കുറയ്ക്കുമ്പോഴത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു തലനാരെന്ന് പറയുന്നതിന് പ്രോട്ടീൻ കണ്ടൻ്റ് ആണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ, മാംസജം നമ്മുടെ ഭക്ഷണത്തിലില്ലെങ്കിൽ അതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റും ഇല്ല. അപ്പോൾ പ്രോട്ടീന് നല്ല ഒരു എക്സാമ്പിൾ നമുക്ക് മുട്ട തന്നെയല്ലേ. മുട്ട നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ നൽകുന്നുണ്ട്, അത് ക്വൈറ്റ് ന്യൂട്രീഷ്യസ് ആണ്, അതിനകത്ത് ഫാറ്റ് സോൾയുബിൾ വൈറ്റമിൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട നമുക്ക് ഡയറ്റിൽ ഉപയോഗിക്കാം. ഇനി മുട്ടയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ
പച്ച മുട്ട കഴിച്ചാൽ അതിൽ എവിഡിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കലുണ്ട്. അത് ഇതിൽ എസെൻഷ്യൽ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്നതിൽ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് കുക്ക് ചെയ്ത മുട്ട തന്നെ കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ ആവശ്യത്തിന് ബി വൈറ്റമിൻസ്, പ്രത്യേകിച്ചും ബയോട്ടിൻ എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ബയോട്ടിൻ നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മധുരക്കിഴങ്ങ്, അവക്കാഡോ, ഇങ്ങനത്തെ കുറച്ച് ഫുഡ്സിൽ നിന്നാണ് നമുക്ക് ബയോട്ടിൻ ധാരാളമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ബയോട്ടിൻ ഉള്ള ഫുഡ് ഡെഫിനറ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ദർ ആർ അതർ വെജിറ്റബിൾസ്, നമുക്ക് ബ്രോക്കലി അങ്ങനത്തെ വെജിറ്റബിൾസിനകത്ത് ബയോട്ടിൻ റിച്ച് ആണ്. അപ്പോൾ അത് നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ. വൈറ്റമിൻ എക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെയറിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റോളുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള നമുക്കറിയാം ക്യാരറ്റ്, പംകിൻ, മത്തങ്ങ, ക്യാരറ്റ് ഇതെല്ലാം വളരെ നല്ലതാണ്, വൈറ്റമിൻ എയുടെ സോഴ്സസ് ആണ്. പക്ഷേ ഇതെല്ലാം ഓവർ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ എല്ലാം ഫാറ്റ്സ് അവൈലബിൾ ആണ്, നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടീനെ എങ്ങനെ ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഓയിൽ ആപ്ലിക്കേഷൻ, ഡീറ്റാംഗ്ലിങ്, അതായത് എണ്ണ തേക്കുക, കഴുകിക്കളയുക. അപ്പം ഷാമ്പു ഉപയോഗിക്കുമ്പോൾ പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ എന്നുള്ള ഷാമ്പു തന്നെ ഉപയോഗിക്കണം. അതെല്ലാം ഹാർഷ് കെമിക്കൽസാണ്. ആ രാസവസ്തുക്കൾ നമ്മുടെ മുടീനെ, അതിൻ്റെ സ്ട്രക്ചറെ തന്നെ മാറ്റും, അതിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും നമ്മൾ ഏത് ഷാമ്പു, ഏത് പ്രോഡക്റ്റ്, ഷാമ്പു ആയിക്കോട്ടെ, കണ്ടീഷണർ ആയിക്കോട്ടെ, ഹെയർ സീറം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, വാങ്ങിക്കുമ്പോഴത്തേക്ക് സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ തന്നെ വാങ്ങണം മസ്റ്റായിട്ട്. പിന്നെ നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മുടി കഴുകണം അല്ലേ, അതും ഒരു കാര്യമാണല്ലോ. നമ്മൾ വളരെ ഡ്രൈ നമ്മളിപ്പം കേരളത്തിലെ കാലാവസ്ഥ നമ്മൾ ഒരുപാട് വിയർക്കും. അപ്പം സമ്മർ സീസണിൽ നമുക്ക് വെയിലുള്ള സമയത്ത് നമുക്ക് എല്ലാ ദിവസവും മുടി കഴുകാം, അല്ലെങ്കിൽ ഒന്നരാടം ദിവസം കഴുകാം. പക്ഷേ എല്ലാ ദിവസവും ഷാമ്പൂ ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ 2 ദിവസം ഷാമ്പൂ ചെയ്ത് കണ്ടീഷൻ ചെയ്താൽ മതി. പക്ഷേ മഴക്കാലത്താണെങ്കിൽ നമുക്ക് 2 ദിവസം കൂടുമ്പോഴത്തേക്ക് വാഷ് ചെയ്യാം. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് കെമിക്കൽസ് കഴിയുന്നത് ഒഴിവാക്കുക. നമുക്ക് നല്ലൊരു ഹെയർ മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് നെല്ലിക്ക, കറിവേപ്പില, ചുമന്നുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കോമ്പിനേഷൻ നല്ലൊരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ തലയിൽ സ്കാൽപ്പിൽ തേച്ച് പറ്റിക്കുമ്പോൾ ഡാൻഡ്രഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. അപ്പം ഇത് നെല്ലിക്ക നമുക്ക് പൊടിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നെല്ലിക്ക അരച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അലോവേറ ജ്യൂസ്, കുറച്ച് ചെറിയുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില ചതച്ചത് എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലും ഫുൾ ഹെയറിലും തേച്ച് പറ്റിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡാൻഡ്രഫിനെ കുറയ്ക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളവരാണെങ്കിൽ അണ്ടർലൈങ് ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ തൈറോയിഡിനെ ബാലൻസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കീമോതെറപ്പി, റേഡിയേഷൻ തെറപ്പി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും, അപ്പോൾ അത് റിപ്ലനിഷ് ചെയ്യണം. ആർത്രൈറ്റിസിനുള്ള ചില മരുന്നെടുക്കുന്ന മീത്തോട്രിക്സേറ്റ് പോലെ മരുന്നെടുക്കുന്നവരാണെങ്കിൽ അവർക്കും ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകും, അപ്പോൾ അതിനുള്ള സപ്ലിമെൻറ്റേഷനും എടുക്കണം. പിന്നെ കൂടാതെ നമ്മുടെ വെള്ളം ധാരാളം കുടിക്കുക, ആവശ്യത്തിന് ഉറങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് എടുത്ത് റീജുവനേറ്റഡ് ആവാനായിട്ട്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റുട്ടീൻ തന്നെ ഫോളോ ചെയ്യും. താങ്ക് യു.